വീഡിയോയിൽ ഫുൾ ആൻഡ് ഫുൾ മിഡിൽ ഈസ്റ്റിന്റെ അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇസ്രായേൽ മാത്രമല്ല, സറൗണ്ടിങ്ങിൽ തന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം അതിനോടനുബന്ധിച്ച് നമ്മൾ ആദ്യമേ നോക്കുന്നത് തുർക്കിയുടെ വിഷയമാണ്. തുർക്കി വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുകയാണ് അത്രേ. എങ്ങനെയാണ്? അതായത് അമേരിക്ക ഈ ഒരു കുർദിസ്ഥാൻ, അതായത് ഈ കുർദുകൾക്ക് കൊടുക്കുന്ന പിന്തുണ പിൻവലിക്കുമെന്ന് തുർക്കി വിശ്വസിക്കുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വിശ്വസിക്കുന്നതാണ് തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഹക്കാൻ ഫിദാൻ ഇന്നലെ ഇറാഖിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇറാഖിന്റെ ഫോറിൻ മിനിസ്റ്റർ മിസ്റ്റർ ഫുവാദുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചിട്ട് അവർ ജോയിന്റ് ആയിട്ട് തന്നെ ഒരു പ്രസ് മീറ്റ് കൊടുത്തതിലാണ് ഈ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്തത്. അപ്പൊ ഇതെന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ വീഡിയോസ് പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറാൻ ഒരു ചെറിയൊരു സ്ട്രാറ്റജിക് ചേഞ്ച് നോക്കുന്നുണ്ട്. അത് ഇറാൻ കുർദുകൾക്ക് കുറച്ച് പിന്തുണ നൽകിക്കൊണ്ട് തുർക്കിക്ക് ഒരു ചാലഞ്ച് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മേഖലയിൽ, ഇറാഖ് മേഖലയിൽ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ പണ്ട് തന്നെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കുർദിസ്ഥാൻ എന്ന് പറഞ്ഞ ആ ഒരു ആൾക്കാർ ശരിക്കും കൺഫ്യൂസ്ഡ് മൈൻഡിലാണ്. കാരണം ഇറാനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇറാനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇറാന്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നം, ഈ അമേരിക്കയുമായിട്ടുള്ള ഒരു ബന്ധത്തിലുള്ള ചെറിയൊരു വിള്ളൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി തന്നെ അമേരിക്കയും ഇറാനും തമ്മിൽ ഇതുവരെ ഒരു ബൈലാറ്ററൽ ചർച്ചയോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള, ഇപ്പൊ ട്രംപ് ഭരണത്തിൽ വന്നാൽ തന്നെയും ഇന്ന് സംസാരിക്കും, നാളെ സംസാരിക്കും, ഇതാ സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ഇറാനിന് ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. അമേരിക്കയ്ക്ക് ചെറുതായിട്ട് അവിടെ ഒരു ക്ലട്ടർ ഉണ്ട്. ആ ക്ലട്ടർ എന്ന് പറഞ്ഞാൽ ഈ കുർദുകളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാനും പറ്റത്തില്ല, നിങ്ങൾ ഇറാനുമായിട്ട് ഒത്തുചേർന്ന് പൊക്കോന്ന് പറയാനും പറ്റത്തില്ല. അതേസമയം ഇവർക്ക് പിൻവലിഞ്ഞ് വരാനും പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് ഓൾറെഡി തന്നെ പൊസിഷനിൽ വന്നപ്പോഴത്തേനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെജോറിറ്റി ആയിട്ടുള്ള അമേരിക്കൻ ബേസുകൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഇറാഖ്, അതുപോലെ തന്നെ സിറിയ, ഇതൊക്കെ പിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതെല്ലാം പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രതീക്ഷ തുർക്കിക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ കുർദിഷുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും തുർക്കി അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും. ഇത് രണ്ടും തന്നെ ട്രംപിന്റെ ഈ ഒരു നിലപാട്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഈ കുർദിസ്ഥാൻ മേഖലയിൽ ഈ ഒരു ആക്രമണം നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഡ്രോൺ അറ്റാക്ക് കൂടെ ആ ഭാഗത്ത് നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കുർദിസ്ഥാൻ മേഖലയിൽ ഒരു ഓയിൽ റിഫൈനറിക്ക് മേളിലാണ് ആ ഒരു ഡ്രോൺ അറ്റാക്ക് നടന്നത്. അതിനകത്ത് ശരിക്കും ഗ്യാസ് പ്രൊഡക്ഷൻ ഒക്കെ അവിടെ നന്നായിട്ട് നടക്കുന്നു എന്നാണ് വീണ്ടും റിപ്പോർട്ട് വന്നിരിക്കുന്നത്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് കുർദിസ്ഥാൻ മേഖലയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. അമേരിക്കൻ ഭരണമാറ്റം വന്ന ഉടനെ സംഭവിച്ച ചെറിയ മാറ്റം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഖത്തർ കുറച്ച് സ്ട്രെങ്തൻ ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു ട്രംപ് കുറച്ച് എക്കണോമിക്കലി സേഫ്റ്റി നോക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ പൈസ വെറുതെ കൊണ്ടിങ്ങനെ മിഡിൽ ഈസ്റ്റിലൊക്കെ കളയണോ എന്ന് വളരെ കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുന്നതും ഇങ്ങനത്തെ മിലിറ്ററി പരമായിട്ടുള്ള ഡീപ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രംപ് എന്ത് വെച്ചാൽ ട്രംപ് ഓപ്പൺ ആയിട്ട് അങ്ങ് വിളിച്ച് പറയും. ഇത് ട്രംപിന്റെ വേറൊരു പ്രശ്നം കൂടിയാണ്. അപ്പൊ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഉടനെ ഇവിടെ കഴുകന്മാരെ പോലെ കുറെ ആൾക്കാർ കാത്തിരിക്കുകയാണ്. ഇവർ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ചില കാര്യങ്ങൾ വിലയിരുത്തും. ആ വിലയിരുത്തലിൽ നടക്കുന്ന കാര്യമാണ് തുർക്കി, ഖത്തർ ഇവരൊക്കെ ചേർന്നുകൊണ്ട് സിറിയക്കുള്ളിൽ ഒന്ന് കളിക്കാം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ ചൊല്ലി ഖത്തർ തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ട് നല്ല രീതിയിൽ റാപ്പോയിൽ നിന്ന് പോകുന്ന ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യമാണ് ഖത്തർ. അപ്പൊ അതുകൊണ്ട് ഖത്തർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു HTSന് അത് ബോധ്യപ്പെടും. കാരണം അവർക്ക് അമേരിക്കയുമായിട്ട് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ സാധിച്ചെടുക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണ്. സൗദിയെക്കാളും ഖത്തറിന് ഏറ്റവും കൂടുതൽ അമേരിക്കയുമായിട്ട് എന്തെങ്കിലുമൊക്കെ സാധിച്ചെടുക്കാൻ കഴിയും എന്നുള്ള നിലയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് HTS ടീമുകൾ. കാരണം ഈ HTSനൊക്കെ ഈ ഒരു MB ഐഡിയോളജിയുമായിട്ട് ഏറ്റവും കൂടുതൽ താരതമ്യേനെ ഒത്തുചേർന്ന് പോകുന്നത് ഖത്തറാണ്. സൗദി ഈ ഒരു തീവ്ര നിലപാടുള്ള ഈ ഒരു ആശയത്തിനെ കുറച്ചൊക്കെ എതിർക്കുന്നതാണ് സൗദി ഇപ്പം. ഈ ഒരു ഇടയായിട്ട്, അതായത് MBS വന്നതിന് ശേഷം, ഈ മുഹമ്മദ് ബിൻ സൽമാൻ ഭരണത്തിൽ വന്നതിന് ശേഷം തീർച്ചയായിട്ടും സൗദി അറേബ്യ ഇങ്ങനത്തെ കുറച്ച് തീവ്രവാദപരമായിട്ടുള്ള ഇങ്ങനെ നിലപാടുള്ള മത ആശയങ്ങളെ കുറച്ച് മാറ്റി നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഉള്ളിൽ കുറച്ച് തീവ്രവാദപരമായിട്ട് ചിന്തിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. വഹാബിസവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ സൗദിക്കുള്ളിൽ ഉണ്ട്. അവരെ തന്നെയാണ് ഈ ഒരു മുഹമ്മദ് ബിൻ സൽമാൻ പേടിക്കുന്നതും. കാരണം അയാൾ ഇടയ്ക്കൊക്കെ എന്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള നിലയിലൊക്കെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തു വിട്ടിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഈ വഹാബിസം ഉൾപ്പെടെയുള്ള ആൾക്കാരെ പേടിച്ചിട്ട് തന്നെയാണ്. കാരണം അവരുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർ. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ നിലപാടുകളൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് HTS ഇപ്പൊ ഏറ്റവും കൂടുതൽ ഖത്തറുമായിട്ട് ചേർന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് ഖത്തറിനോട് ചേർന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ, തീർച്ചയായിട്ടും 100% തീവ്രവാദം തന്നെയായിരിക്കും അവിടെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ലിബറലിസം, ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഭരണം, ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പൊ 4 വർഷത്തേക്ക് അവർ ഭരിക്കാൻ പോകുന്നത് എങ്ങനെയാണോ തീവ്രവാദിയായിട്ടിരുന്നത് അതിൽ നിന്ന് ഒരു മാറ്റവും വരുത്താതെ തന്നെയാണ് അവർ ഭരണത്തിൽ കയറിയിരിക്കുന്നത്. അവിടെ ഒരു ഡെമോക്രാറ്റിക് ഇലക്ഷൻ നടത്തിയിട്ടല്ലോ ഈ ഒരു HTSന്റെ നേതാവ് അവിടെ കയറിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീവ്രവാദം എക്സ്റ്റെൻഡഡ് വേർഷൻ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു സിറിയയുടെ ഉള്ളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചില വാണിങ്ങുകളൊക്കെ വരുന്നുണ്ട് ഇസ്രായേലിനെതിരെ. അതായത് നിങ്ങൾ ആ ബഫർ സോണിൽ നിന്ന് പുറകോട്ട് പോകണം എന്നുള്ള നിലയിലൊക്കെ. പക്ഷെ ഇസ്രായേൽ അതൊന്നും കേൾക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഫ്ലൈറ്റ് കയറി പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് സംസാരിച്ച വിഷയം ഇത് തന്നെയാണ്. അതായത് ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ മാപ്പാണ് വരച്ചിരിക്കുന്നത്.
ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിന്റെ മാപ്പ് മാറ്റി വരച്ച ഒരു രാജ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ട്രംപിനെ കാണാൻ പോകുന്നു. അപ്പൊ ട്രംപിന്റെ മീറ്റിംഗ് കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒന്നുകൂടെ നമ്മൾ ഈ മാപ്പ് മാറ്റി വരയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം വേറെ ഒന്നുമല്ല, കൃത്യമായിട്ട് ചില ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഒരു കാര്യം മുന്നോട്ട് പോകും. അതിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഗാസ തന്നെയാണ്, ഗാസയും വെസ്റ്റ് ബാങ്കും. അപ്പൊ അതിന്റെ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം നടത്താനുള്ള പെർമിഷനും കൊടുത്തിട്ടാണ് കയറി പോയിരിക്കുന്നത്. ഇസ്രായേൽ ഇന്നലെ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഒരു ആക്രമണം നടത്തി ഏതാണ്ട് 23 ബിൽഡിങ്ങുകൾ തവിട് പൊടിയാക്കി കളഞ്ഞിരിക്കുകയാണ്. 50ഓളം തീവ്രവാദികളെയാണ് ഇതിനകത്ത് ടാർഗറ്റ് ചെയ്തത്. ഇത് വേറെ ആരുമല്ല, ഹമാസ് തന്നെയാണ്. അപ്പൊ ഇത് ഹമാസിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തുന്നത്. ഇനിയിപ്പോ ഇതിനകത്ത് പാലസ്തീനിയൻ അതോറിറ്റി കുറച്ച് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് കുട്ടികളും കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ചില ക്ലെയിംസ് ഒക്കെ അവിടെ വെക്കുന്നുണ്ട്. ഇതുവരെ ആ ബോഡി രീതിയിലുള്ള പ്രൂഫ് ഒന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 35 to 50 അതാണ് കാഷ്വാലിറ്റി. 30 മുതൽ 50 തീവ്രവാദികളെ വധിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഹമാസിനെ പുറത്ത് കൊണ്ടുവരാനാണ് ഈ ഒരു ആക്രമണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതിനെ ചൊല്ലി ഹമാസ് ഇതാ പുറത്ത് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും റെസിസ്റ്റ് ചെയ്യും, ഈ ഒരു അറ്റാക്കിനെ മറുപടി കൊടുക്കും. അത് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കും എന്നുള്ള രീതിയിലാണ്. അതായത് ഹമാസിന്റെ, അതായത് ഗാസയിലുള്ള ഹമാസും ഈ ഒരു വെസ്റ്റ് ബാങ്കിലുള്ള ഞങ്ങളല്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഹമാസ് നടത്തുന്നത്. അതൊരു ഹിഡൻ ഡ്രാമയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അവിടെയുള്ളത് ഹമാസ് തന്നെയാണ്, അത് യാതൊരു മാറ്റമില്ല. ജനീൻ ഭാഗത്താണ് ഈ ഒരു ആക്രമണം നടത്തിയത്. ഇനി അഥവാ ഇനിയിപ്പോ സീസ് ഫയർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നെതന്യാഹു ഏതാണ്ട് US ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സീസ് ഫയർ, ഫസ്റ്റ് ഫേസ് സീസ് ഫയർ പ്രഖ്യാപിച്ച് 16-ാം ദിവസം കൃത്യമായിട്ട് രണ്ടാമത്തെ സീസ് ഫയറിനുള്ള ചർച്ചകൾ തുടങ്ങേണ്ടതാണ്. ഇതുവരെ ചർച്ചയെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഖത്തറിന്റെ പ്രൈം മിനിസ്റ്റർ അബ്ദുൽ റഹ്മാൻ അൽത്താനി വിളിച്ചിരിക്കുകയാണ്. ഇസ്രായേലും ഹമാസും കൂടെ വന്നിട്ട് ഈ സീസ് ഫയറിന്റെ 2ാം ഘട്ട ചർച്ചയ്ക്ക് തുടക്കം കുറിക്കണം. കാരണം 2ാം ഘട്ട ചർച്ച എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയം എന്ന് പോലും ഇതുവരെ ഒരു ഡ്രാഫ്റ്റ് പോലും തയ്യാറാക്കിയിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. നോ ക്ലിയർ പ്ലാൻ, ഇതാണ് പറഞ്ഞത്. ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ക്ലിയർ പ്ലാനും ഇല്ല. അപ്പൊ ഇനി എവിടെ നിന്ന് തുടങ്ങും? ഇതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോഴേക്കാണ് ഇസ്രായേൽ സെൻട്രൽ ഗാസയിൽ നുസൈറാത്ത് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണം വേറെ ഒന്നുമല്ല, ഒരു കാർ, അതായത് ഈ ഇസ്രായേൽ ട്രൂപ്സിനെതിരെ ഒരു കാർ വെടി ഉതിർക്കുന്ന രീതിയിൽ മുന്നോട്ട് വരികയായിരുന്നു. ഫയർ ഓപ്പൺ ചെയ്തത്, അങ്ങനെ ഓപ്പൺ ചെയ്ത സമയത്ത് IDF സോൾജേഴ്സ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അത് അവരുടെ ജീവന് ഭീഷണിയാവുമെന്ന് കരുതി അവർ തീർച്ചയായിട്ടും കാറിന്റെ മേളിൽ ഒരു ആക്രമണം നടത്തി ആ കാറിനെ തവിട് പൊടിയാക്കി കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ആക്രമണത്തിനെ ഹമാസ് ഇത് സീസ് ഫയർ വയലേഷൻ ആണ് എന്നുള്ള നിലയിലാക്കി തീർത്തിരിക്കുകയാണ്. പക്ഷെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അത് ഏത് രീതിയിൽ കരുതിയാലും നമ്മുടെ ലൈഫിന് നേരെ ഒരു ത്രെട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് നമുക്ക് നേരെ വരുന്ന തീവ്രവാദ ആക്രമണങ്ങളെ നമ്മൾ ചെറുക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. സീസ് ഫയർ എന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ആക്രമണം അതിരൂക്ഷമായ രീതിയിലുള്ള ആക്രമണമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വന്നിരിക്കുന്ന ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മിലിറ്ററി ബ്ലോസ് ബിൽഡിംഗ്സ് ഇൻ വെസ്റ്റ് ബാങ്ക്, ഇങ്ങനെയാണ് അതിന്റെ ഒരു ടാഗ് ലൈൻ വന്നിരിക്കുന്നത് തന്നെ. ആ രീതിയിലാണ് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിന്റെ ഇമേജ് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം. കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യാം. ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലിയർ പ്ലാൻ ആണ്. അതായത് സീസ് ഫയർ സൈൻ ചെയ്ത് ഈ ഹമാസിന്റെ മൊത്ത തീവ്രവാദികളെയും ഗാസയ്ക്കുള്ളിൽ ലോക്ക് ചെയ്തിട്ട് ഇതിന്റെ ബാക്കി പത്രമായിട്ടിരിക്കുന്ന വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ചെന്ന് കംപ്ലീറ്റ് അടിച്ച് തൂത്ത് വിറക്കി കളയാണ്. അതും അവിടുത്തെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഗാസയിൽ എന്താണോ ചെയ്തത് അതേ ഒരു റിപ്പിറ്റേഷൻ ആണ് ശരിക്കും ഇപ്പൊ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ക്ലിയർ ഡിക്റ്റോ. കാരണം 23 ബിൽഡിംഗ് ഒറ്റ അടിക്ക് അടിച്ച് തകർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അറ്റാക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. 23 ബിൽഡിംഗ്സ് ലൈനപ്പ് ചെയ്ത് അടിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതായത് ഇസ്രായേലിന്റെ മെസ്സേജ് വളരെ വ്യക്തമാണ്. ഗാസയെ ക്ലിയർ ചെയ്യുക, വെസ്റ്റ് ബാങ്കിനെയും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. മൊത്തത്തിൽ വൈപ്പ് ഔട്ട് ചെയ്യാൻ പോവാണ്. ഇനി ഇതിന്റെ ആഘോഷ പരിപാടികളൊക്കെ ഇപ്പൊ ഉടനെ തന്നെ നിൽക്കുന്നതായിരിക്കും. കാരണം വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ എവിടെയും സീസ് ഫയർ സൈൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഈ മണ്ടന്മാർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോ എന്തായാലും ഇനിയിപ്പോ കളി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനി നമ്മളുടെ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻട്രൽ ഗാസയിൽ അത്രമാത്രം ആക്രമണം ഇസ്രായേൽ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നടത്തിയിരിക്കുന്ന ഈ ഒരു ഗാസയിൽ നടത്തിയിരിക്കുന്ന ഒരു ആക്രമണം സെൻട്രൽ ഗാസയിലാണ്. കാരണം സെൻട്രൽ ഗാസയെ ഇസ്രായേൽ കുറെ നാളുകൊണ്ടേ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ടാർഗറ്റ് ചെയ്ത സ്ഥലം കൃത്യമായിട്ട് ഇസ്രായേൽ അടിച്ചു പൊട്ടിക്കും, ഒരു കുഴപ്പമില്ലാതെ അടിച്ചു പൊട്ടിക്കും. സീസ് ഫയർ എങ്ങനെയും വയലേറ്റ് ചെയ്താൽ കൊള്ളാം എന്നാണ് ഇസ്രായേൽ വിചാരിക്കുന്നത്. അതിൽ ഏറ്റവും അധികം ഈ ഒരു ബന്ദികൾ ഇനി എത്രമാത്രം കിട്ടാനുണ്ട് എന്നുള്ളതിന്റെ ഒരു കൺഫർമേഷൻ മാത്രമാണ് ഇസ്രായേലിന് വേണ്ടത്. ഏകദേശം ജീവനോടെ ഇരിക്കുന്ന ബന്ദികളെല്ലാം കിട്ടി എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ആ രാത്രി തന്നെ അടിക്കും സെൻട്രൽ ഗാസ. ഉക്രൈന്റെ മേളിൽ നല്ല രീതിയിലുള്ള പ്രഷർ, ട്രംപിന്റെ പ്രഷർ, US-ന്റെ ഭാഗത്തുനിന്നുള്ള പ്രഷറിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ട്രൂസിന് തയ്യാറാവൂ, നിങ്ങൾ വെടിനിർത്തലിനും കാര്യങ്ങളൊക്കെ തയ്യാറാവൂ, എഗ്രിമെന്റ് ഒന്നും വേണ്ട, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പുള്ളിക്ക് ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇലക്ഷൻ വെക്കാനാണ്, അതായത് ഉക്രൈനിൽ ഇലക്ഷൻ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം
സെലൻസ്കിക്ക് ഇലക്ഷൻ വെക്കാൻ താല്പര്യമില്ല. പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ വെക്കുന്നത് ഒരു നല്ല തീരുമാനമല്ല, ഇതൊരു മാർഷ്യൽ റൂൾസിൽ തന്നെ പോട്ടെ, അതായത് ഒരു പട്ടാള ഭരണത്തിൽ തന്നെ ഇത് മുന്നോട്ട് പോട്ടെ, അതായിരിക്കും തൽക്കാലം ഉക്രൈന് നല്ലത് എന്നുള്ള നിലയിലാണ് പിന്നെ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻ ഒരു രീതിയിൽ തളർന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഈ സഹായിക്കാന്ന് പറഞ്ഞ യൂറോപ്യൻ സൈഡിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഇവര് കയ്യിലുള്ള ഈ ഒരു ഡ്രോൺ ഒക്കെ വെച്ചിട്ട് ഈ ജോ ബൈഡൻ ഇറങ്ങി പോകുന്നതിന്റെ കുറച്ച് നാൾക്ക് മുമ്പ് കുറച്ച് ആയുധങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നത്. പുടിൻ പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലം മൊത്തം പുടിൻ കൊണ്ടുപോകും. അതിന്റെ സെറ്റിൽമെന്റ് എന്താണോ അതിനനുസരിച്ചുള്ള ടേബിളിൽ ഇരുന്ന് സംസാരിച്ച് ഒതുക്കി തീർക്കുന്ന ഏർപ്പാടായിരിക്കും വരാൻ പോകുന്നത്. ഈ പുടിൻ ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ട്രംപുമായിട്ടൊരു മീറ്റിംഗിന് വേണ്ടിയിട്ട്. HTS എന്ന് പറഞ്ഞ സംഘടന നേരിട്ട് ഇസ്രായേലിനെ അടിച്ചു കളയും എന്നുള്ള രീതിയിലുള്ള വിചാരം ഒന്നും വേണ്ട. ആ രീതിയിലുള്ള ഒരു സംഭവങ്ങൾ നടക്കാൻ പോകുന്നില്ല. ഇസ്രായേലിന്റെ 7 അയലത്ത് എത്താൻ HTSന് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം വേറെ ഒന്നുമില്ല, അവരുടെ അടുത്ത് ആ രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ഇസ്രായേൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് തൂത്ത് പറക്കി കളഞ്ഞിട്ടുണ്ട്. സിറിയക്കുള്ളിൽ അവിടെ ഒരു ഫൈറ്റർ ജെറ്റോ അല്ലെങ്കിൽ ഒന്നും എടുക്കാനില്ല. എന്തൊക്കെ ഉണ്ടായിരുന്നോ ആ സംഭവങ്ങളെല്ലാം ഇസ്രായേൽ കുറെ നാളുകൊണ്ട് മാസക്കണക്കിൽ ചുറ്റിപ്പറ്റിയിരുന്ന് തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ട്രംപ് ഒരു വാചകം പറഞ്ഞിരിക്കുന്നത് അമേരിക്ക കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. എന്തുകൊണ്ട്? ഈ ഒരു താരിഫ് പുള്ളി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു താരിഫ് ഉണ്ടല്ലോ, മെക്സിക്കോ, കാനഡ, ചൈന, അതുകൊണ്ട് ഭയങ്കരമായ രീതിയിലൊരു ബുദ്ധിമുട്ട് അമേരിക്കയ്ക്കുള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒപ്പീനിയൻ പറഞ്ഞിരിക്കുന്നത് ഇൻഫ്ലേഷൻ കൂടും, അതേപോലെ എക്കണോമിക് ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ഒപ്പീനിയൻസ് ഒക്കെ വരുന്നുണ്ട്. എന്നാലും ട്രംപ് ആ പെയിൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള നിലയിലാണ്. അമേരിക്കൻസിന്റെ ഗുഡ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഈ മെഗാ എന്ന് പറഞ്ഞ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇത് സഹിക്കേണ്ടി വരും എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെക്സിക്കോയും അതേപോലെ കാനഡയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റിറ്റാലിയേഷൻ മോഡാണ് ഇപ്പം നോക്കുന്നത്. എങ്ങനെ ട്രംപിന്റെ ഈ ഒരു താരിഫ് പോളിസിയെ മറികടക്കാം, എങ്ങനെയാണ് ഇതിന് തിരിച്ചടി കൊടുക്കാം എന്നുള്ള നിലയിലാണ് ഈ രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയാണെങ്കിൽ കുറെ ദൂരെയാണ്, പക്ഷേ മെക്സിക്കോയും കാനഡ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ഒരുപാട് ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കൂട്ടത്തിലുള്ള രണ്ട് രാജ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പെയിൻ അമേരിക്കയുടെ ഉള്ളിൽ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപ് ജോർദാൻ കിങ് അബ്ദുള്ളയെ വിളിച്ചിരിക്കുകയാണ് വാഷിംഗ്ടൺ DC വരാൻ വേണ്ടിയിട്ട്. വന്ന് നേരിട്ട് കണ്ട് സംസാരിക്കുക. കാര്യം വേറെ ഒന്നുമില്ല, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പിന്നെ ഗാസൻസിനെ കൂടുതൽ അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഗാസയിലുള്ള ആൾക്കാരെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുക, ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ്. അതുപോലെ അബ്ദുൽ ഫത്താ അൽ സിസി ഈജിപ്ഷ്യൻ പ്രസിഡന്റിനെയും വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈജിപ്ഷ്യൻ പ്രസിഡന്റിനെ ഡയറക്റ്റ് ആയിട്ട് വാഷിംഗ്ടൺ DC വിളിച്ചിട്ടില്ല, പക്ഷേ ഫോണിൽ കൂടെ നല്ല രീതിയിലുള്ള പ്രഷർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ഇട്ടാൽ കേൾക്കുന്ന കൂട്ടത്തിലാണ്. അതിന് ആദ്യം സമ്മതിക്കേണ്ടത് കിങ് അബ്ദുള്ളയാണ്. അപ്പൊ ഈ കിങ് അബ്ദുള്ള, ജോർദാനിലുള്ള കിങ് അബ്ദുള്ളയാണ് ഏറ്റവും കൂടുതൽ ട്രംപ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പുള്ളി പോയി എന്ത് സംസാരിക്കും നമുക്ക് അറിയത്തില്ല, പക്ഷേ ട്രംപിന്റെ സൈഡിലുള്ള പ്രഷർ നല്ല രീതിയിൽ വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ട്രംപ് ഈ കാര്യം ചെയ്തേ പറ്റൂ എന്നാണ്, പിടിവാശിയായിട്ട് നിൽക്കുകയാണ്. ഈ ഗാസ ഇനി 10 to 15 years എടുക്കും എന്നാണ് പറയുന്നത് ഇത് റീബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ. എന്നാൽ തന്നെ ഈ തീവ്രവാദത്തിന് ഒരു അറുതി ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതപരമായിട്ടുള്ള ചിന്തകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള മാർഗം നോക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിവരമുള്ളവന് മനസ്സിലാവും എന്താണ് പറയുന്നത്. ഇപ്പൊ ഈ അബ്ദുള്ളയ്ക്ക് പ്രശ്നമില്ല, പക്ഷേ അതിന്റെ ഉള്ളിൽ ഒരു ഇതിന് മുമ്പ് പോയി താമസിച്ച കുറെ പാലസ്തീനികളുണ്ട് അവിടെ. ജോർദാനിയൻ എന്ന് പറഞ്ഞ പേരിൽ അവിടെ ഇരിക്കുന്ന പാലസ്തീനികൾ. ഈ പാലസ്തീനികളാണ് ഇപ്പൊ ഈ ഒരു ഗാസൻസ് എന്ന് പറഞ്ഞ ഈ ഗാസയിൽ കിടക്കുന്ന പാലസ്തീനികൾ അവിടെ വേണ്ടാന്ന് പറയുന്നത്. ഏത് ഈ ജോർദാനിൽ കിടക്കും. നിങ്ങൾ ജസ്റ്റ് ഒരു ഡെമോഗ്രഫി എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി ജോർദാന്റെ. അതിനകത്ത് ഏകദേശം നല്ല തോതിൽ, അതായത് മാക്സിമം മെജോറിറ്റി ഒരു 50% എബോ ഈ പാലസ്തീനികളാണ് ഈ ജോർദാനിലുള്ളത്. അവര് ശരിക്കും ഈ ഒരു പാലസ്തീനികൾ തന്നെയാണ് ഈ ഒരു പാലസ്തീനികളെ എതിർക്കുന്നത്. പുതിയ പാലസ്തീനി വേണ്ടാന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. പലരുടെയും വിചാരം ഇസ്രായേൽ ഈ വാറിന്റെ ഗോൾ അച്ചീവ് ചെയ്തില്ല എന്നുള്ള നിലയിലുള്ള ചില ഫേക്ക് നറേറ്റീവ്സ് ഒക്കെയാണ് ഈ ഒരു ന്യൂസ് ചാനൽ, ഒരുപാട് ന്യൂസ് ചാനൽ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. സീസ് ഫയർ ഒപ്പിട്ട് ആ ഒരു നിമിഷം മുതൽ ഇസ്രായേലിനെതിരെയുള്ള പ്രൊപ്പഗൻഡ, ഇസ്രായേലിനെതിരെയുള്ള നറേറ്റീവ്സ്, ഫേക്ക് നറേറ്റീവ്സ് ആണ് കംപ്ലീറ്റ് ന്യൂസ് ചാനലുകളും കൊടുത്തത്. ഇസ്രായേലിന്റെ വാറിന്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. അവരുടെ ഗോളിൽ മിക്കവാറുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ സക്സസ് ആയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം അതിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മൾ ഈ വീഡിയോയിൽ ഒരുപാട് തവണ നമ്മുടെ വീഡിയോകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഇറാന് പറ്റിയ അബദ്ധമായിക്കോട്ടെ, അതേപോലെ തന്നെ ഹെസ്ബുള്ളയുടെ കാര്യത്തിലായിക്കോട്ടെ, ഹമാസിന് പറ്റിയ അബദ്ധമായിക്കോട്ടെ. ഈ 15 മാസം അവർ മാളത്തിൽ ഒളിച്ചിരുന്നില്ലേ ഇത്രയും നാളും? ഇസ്രായേലിന്റെ ഒരു പ്രസൻസ് തന്നെയല്ലേ അതിന്റെ കാരണം. ഇസ്രായേൽ സീസ് ഫയർ സൈൻ ചെയ്തിട്ടല്ലേ ഇവർ പുറലോകം കണ്ടത്. അപ്പൊ ഇതൊക്കെ അവരുടെ തോൽവി തന്നെയാണ്. അതിനുശേഷം നമ്മൾ സിറിയയിൽ നടന്ന സംഭവങ്ങളായിക്കോട്ടെ, അതേപോലെ ഇപ്പോഴും സിറിയയുടെ ആ ഒരു ഡോമിനൻസ്, ഗോലാൻ ഹൈറ്റ്സ് അവർ പിടിച്ചെടുത്തായിക്കോട്ടെ, അവരുടെ വാറിൽ അവര് എയിം ചെയ്ത എല്ലാ കാര്യത്തിലും അവർ സക്സസ് ആണ്. പിന്നെ ആകെക്കൂടെ ഒരേ ഒരു വിഷയം മാത്രമേ അവർക്ക് നേടേണ്ടതുണ്ടായിരുന്നുള്ളൂ. അതെന്താണ്? ഈ ഒരു ബന്ദികളെ മോചിപ്പിക്കൽ. അപ്പൊ ആ ബന്ദികളെ മോചിപ്പിക്കൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അവർ ആ വാറിന്റെ ഗോൾ കൃത്യമായിട്ട് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എത്ര പാലസ്തീനികളെ തുറന്നു വിടുന്നു എന്നുള്ളത് അത് അവർക്കൊരു വിഷയമേ അല്ല എന്നുള്ളതാണ്. കാരണം അവരെ ഏതെങ്കിലും രീതിയിൽ അവർ തട്ടിക്കളയും, ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അവരെ പിടിക്കും. അല്ല, ഇസ്രായേലിന് വേറെ എവിടെയെങ്കിലും പിന്നെ ലോകമഹായുദ്ധത്തിന് പോയിട്ട് വേറെ എവിടെയെങ്കിലും പണിയെടുക്കാനില്ലല്ലോ. അവർക്ക് ഇത് തന്നെയാണ് യുദ്ധം ചെയ്യേണ്ടത്. അപ്പൊ അവര് തീർച്ചയായിട്ടും ഈ IDF റെഡി ആയിട്ടിരിക്കുന്നത് യുവമാരെ വീണ്ടും പിടിക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ വീണ്ടും തട്ടിക്കളയാൻ വേണ്ടി തന്നെയാണ്. പിന്നെ അതിലുപരിയായിട്ട് അവർക്കൊരു എയിം ഉണ്ട്, യുവമാരെ ഏതെങ്കിലും രീതിയിൽ ഗാസയിൽ നിന്ന് മൊത്തത്തിൽ വൈപ്പ് ഔട്ട് ചെയ്ത് കളയണമെന്ന്. അപ്പൊ ആ രീതിയിൽ ഇവിടെ നിന്ന് തുടച്ചു മാറ്റുന്നെങ്കിൽ ഈ തുറന്നു വിടുന്നവരെ എവിടെയെങ്കിലും കയറി പൊക്കോളും എന്ന് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വക കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കെയ്റ്റ് സൈഗൽ എന്ന് പറഞ്ഞ ഇന്നലെ ഒരു അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു ബന്ദി ഇന്നലെ റിലീസ് ചെയ്യപ്പെട്ടു. അതും വയസ്സായ ഒരാൾ തന്നെയാണ്. അയാളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഹമാസിനെ താങ്ക്സ് നോട്ട് എഴുതിപ്പിച്ചു എന്നത്രേ. ഹമാസ് താങ്ക്ഫുൾ ആണ്, ഹമാസ് വളരെ നല്ലവനായിരുന്നു, ഹമാസ് വളരെ പിന്നെ പുണ്യവാനായിരുന്നു, ഹമാസ് ഭയങ്കര മഹത്വം നിറഞ്ഞ വ്യക്തിയായിരുന്നു എന്ന് എഴുതി കൊടുക്കണമെന്ന് നിർബന്ധിച്ച്. അങ്ങനെ നിർബന്ധിച്ച് താങ്ക്ഫുൾ നോട്ട് എഴുതിപ്പിച്ച ആൾക്കാരാണ് ഹമാസ്. അവർക്ക് ബുദ്ധിയില്ലേ? ഇതൊക്കെ ഈ ബന്ദി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാനം വിട്ടൊഴിഞ്ഞ് അയാളുടെ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഈ യുവമാർ കാണിക്കുന്ന ഈ കോപ്രായൊക്കെ വിളിച്ചു പറയത്തില്ലേ? ഇത്രയ്ക്ക് കോമൺ സെൻസ് ഇല്ലേ യുവമാർക്ക്? തല മൊത്തം മറച്ചു വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇവന്മാരെ എല്ലാം ബുദ്ധിയെല്ലാം മറച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു. IDFന്റെ ചീഫ് പേഴ്സണെ തെരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതില് ഇയാൽ സാമിർ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മാർച്ചില് ഹെർസെ ഹാലവിയുടെ കയ്യിൽ നിന്നും ഈ ഒരു ചുമതല ഈ ഇയാൽ സാമിർ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഏറ്റെടുക്കുന്നതായിരിക്കും. പിന്നീട് IDFന്റെ ചീഫ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇയാൽ സാമിർ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയായിരിക്കും പിന്നെ ഈ IDFനെ നയിക്കുക. പിന്നെ ചില ആൾക്കാർക്ക് ബുദ്ധിയുണ്ട് കേട്ടോ. ഇതിലൊരു രാജ്യം അസർബൈജാനാണ്. അസർബൈജാൻ ഇതൊക്കെ നടക്കുന്നെങ്കിലും ഇവര് പിന്നെ ഈ ഒരു ഇസ്ലാമിക് സംഘടനകൾക്കൊക്കെ സപ്പോർട്ടാണ്, കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അവർ ഭയങ്കര മതപരമായിട്ട് നിലപാടുകളൊക്കെ എടുക്കും, അതെല്ലാം വളരെ വ്യക്തമാണ്. പക്ഷേ ഇറാനുമായിട്ടൊക്കെ ഭയങ്കര സഹകരണമാണ്. പക്ഷെ അവര് ഇസ്രായേലിന്റെ ഉള്ളില് ഇസ്രായേലിന്റെ ഓയിൽ കമ്പനിയിൽ താമർ ഗ്യാസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഓയിൽ ഫീൽഡില് 10% ഓഹരി സ്വന്തമാക്കിയിരിക്കുകയാണ് അസർബൈജാൻ. ബുദ്ധിയുള്ളവന്മാരിങ്ങനെ ചെയ്യും. അസർബൈജാന് നന്നായിട്ട് അറിയാന്നേ അവിടെ കാര്യങ്ങളൊക്കെ വളരെ വെടിപ്പായിട്ട് നടക്കും എന്നുള്ളത്. ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ 10% ഓഹരി അവിടെ മേടിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു യുദ്ധം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പല ആൾക്കാരും, പല മുസ്ലിം രാഷ്ട്രങ്ങളും, പല ഇസ്ലാമിക് രാഷ്ട്രങ്ങളും പാലസ്തീൻ സ്റ്റേറ്റ് വേണം, പാലസ്തീനു വേണ്ടിയിട്ട് ഉരുവുന്നു, പാലസ്തീനു വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സമയത്തിൽ പാലസ്തീൻ, അപ്പൊ ഇയാള് 10% പൈസ, ഈ അസർബൈജാൻ 10% പൈസ കൊടുക്കുന്നവർക്കാണ് ഇസ്രായേലിന്. എന്തിനു വേണ്ടിയിട്ടാണ്? പാലസ്തീനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? പാലസ്തീനെതിരെ നിൽക്കുന്ന ഒരു രാജ്യത്തിന്, പാലസ്തീനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്, ഇസ്ലാമിക വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു രാജ്യം, അസർബൈജാൻ പോലത്തെ ഒരു രാജ്യം 10% പൈസ കൊണ്ട് ഇസ്രായേലിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പ്രാന്തമല്ലോ ഉണ്ടാ? അപ്പൊ അതായത് ബുദ്ധിയുള്ള ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കൂ. മതം വേറെ, പൊളിറ്റിക്സ് വേറെ, മതം വേറെ, രാഷ്ട്രീയം വേറെ, ഡിപ്ലോമസി വേറെ. അത് തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടാവണം. ഇതൊക്കെ ഇല്ലാത്ത രാജ്യങ്ങളാണ് ഇറാൻ, ഖത്താർ, സിറിയ, ഇതേപോലത്തെ രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇതൊക്കെ ഇപ്പൊ ആ ലിസ്റ്റിൽ വരുന്ന രാജ്യങ്ങളാണ്. ഇറാൻ ഒരു 1700 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെയാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് ഇറാൻ പ്രസിഡന്റ് പെസസ്കിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അത് വെരിഫൈ ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ട് നേവൽ സ്റ്റേഷൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതും അണ്ടർഗ്രൗണ്ട് നേവൽ സ്റ്റേഷനും ടാർഗറ്റഡ് ആയിട്ട് എനിമീസിന്റെ വെസൽസിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഭാഗത്തിലാണ് അത് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ട് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇതുവരെ ഇറാൻ എഫക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രവർത്തനം ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ തന്നെയല്ലേ അന്നും ഇസ്രായേലിലേക്ക് വിട്ടത്? എത്രയാണ്? 200 എണ്ണം, അതിലെ കൂടുതൽ എത്രയാണ്? 10-300 എണ്ണം വിട്ടതാണ്. എന്നിട്ട് എന്തായി? ഇസ്രായേൽ അവിടെ ഇപ്പോഴും തലയുയർത്തി നിൽപ്പുണ്ട്. ഇറാൻ നാണക്കേട് കൊണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇതൊക്കെയാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പൊ സംഭവിച്ച കാര്യങ്ങൾ. ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.